ചോറിൻ്റെ കൂടെ ഇന്ന് എന്ത് കഴിക്കുമെന്ന് ആശങ്കയാണോ നിങ്ങൾ? എന്നാൽ നമ്മുടെ മുറ്റത്ത് വീട്ടുപറമ്പിലൊക്കെ ഉണ്ടാകുന്ന പപ്പായ വെച്ചിട്ടാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. എളുപ്പത്തിൽ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 പച്ച പപ്പായ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പപ്പായ എടുത്താൽ മതി. ഇതേപോലെ നല്ല പച്ച പപ്പായ എടുക്കാൻ തന്നെ ശ്രദ്ധിക്കണം. വാട്ടമൊന്നും ഇല്ലാത്ത പപ്പായ എടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിന്. അങ്ങനെ ഇതിൽ കാണുന്നത് പോലെ നീളത്തിൽ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ കാണാനും നല്ലൊരു ഭംഗിയാണ്, വെറൈറ്റിയുമാണല്ലോ. അപ്പോൾ ഇതേപോലെ ആദ്യം അരിഞ്ഞിട്ട് നടുക്കിൽ കൂടിയിട്ട് ഇങ്ങനെ ഒന്നും കൂടി കട്ട് ചെയ്തെടുത്താൽ പപ്പായ ആണെന്ന് വിചാരിക്കുകയില്ല. എല്ലാം ഇതേപോലെ ഒന്ന് മുറിച്ചിട്ട് വരാം. നിങ്ങൾ ആദ്യമായിട്ടാണോ ഈ റെസിപ്പിയൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ എല്ലാ പപ്പായും ഞാൻ ഇതേപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇതിനായിട്ട്. 1.5 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വലിയ സവാളയെങ്കിൽ ഒരെണ്ണം മതി കേട്ടോ. പിന്നെ ഇത് ഉണ്ടാക്കുന്നത് ഞാൻ കുക്കറിലാണ്, അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ പണിയൊക്കെ കഴിയുന്നതാണ്. ഇനി ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേക്കും 1 ടീസ്പൂണ് കടുകിട്ട് പൊട്ടിച്ചെടുക്കുക. മറ്റ് ഓയിലൊന്നും ഉണ്ടാക്കാതെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. അതിനായിട്ടാണ് ഇപ്പോൾ ഞാൻ കോക്കനട്ട് ഓയിൽ എടുത്തിട്ട് കടുക് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും ഒരു പച്ചമുളക് കീറിയതും 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള പപ്പായ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ സവാള ഇട്ട് കൊടുക്കുക. ഇപ്പോൾ വെള്ളമോ ഉപ്പോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൽ വെള്ളത്തിൻ്റെ ആവശ്യമേ വരുന്നില്ല. നല്ലവണ്ണം ഈ സവാളയും പപ്പായ ഒന്ന് മിക്സാക്കി കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് നമുക്ക് അതിനൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കണം. ഒരു വിസിൽ വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അധികം വിസിലാവേണ്ട, ഒറ്റൊരു വിസിൽ മാത്രം മതി. എന്നിട്ട് നമുക്ക് തുറന്ന് നോക്കാം. കണ്ടല്ലോ ഇപ്പോൾ നല്ലവണ്ണം ഈ പപ്പായൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. എന്നാൽ അധികം ഉടഞ്ഞു പോകാതെ കിട്ടിയിട്ടുമുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് മസാലപ്പൊടികൾ ചേർക്കണം. അതിനായിട്ട് 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാല, 1/2 ടീസ്പൂണ് മഞ്ഞൾ, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും നല്ലവണ്ണം മിക്സാക്കി കൊടുക്കുക. ഇനി കുക്കറിൻ്റെ അടപ്പിടണമെന്നില്ല. നല്ലവണ്ണം മിക്സാക്കിയിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പൊടിയും ഉപ്പുമൊക്കെ അതിൽ പിടിക്കുന്നത് വരെ നമുക്കിങ്ങനെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഈ പൊടിയുടെ പച്ച കൊത്ത് മാറുകയും ഉപ്പ് നല്ലവണ്ണം പപ്പായിൽ പിടിക്കുന്നത് വരെ നമുക്കിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. വളരെ പെട്ടെന്നാണ് റെഡി ആയിട്ടുള്ളത്. എന്നാൽ ഇത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ കൺഫ്യൂഷനൊന്നും ഇല്ലാതെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന പപ്പായ കൊണ്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാനും അതേപോലെ ഷെയർ ചെയ്യാനും മറക്കല്ലേ.